നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു എഡ്യൂക്കേഷൻ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലസ് 2 കുട്ടികളുടെ ഇംപ്രൂവ്മെന്റിനു വേണ്ടി പ്ലസ് 1 ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ചർച്ച ചെയ്തു പോവുകയാണ്. ഇത് ഇംപ്രൂവ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു TD റിവിഷൻ ആണ്. അതുകൊണ്ട് പ്ലസ് 2 കുട്ടികളെ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലസ് 1 ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജി, അത് പ്രധാനമായിട്ടും വരുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. അപ്പോൾ ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ റൈറ്റ് മിൽസ് എന്ന് പറയുന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂടുതൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നില്ല. ഇതിൽ കൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് പേഴ്സണൽ പ്രോബ്ലവും സോഷ്യൽ അല്ലെങ്കിൽ പബ്ലിക് പ്രോബ്ലവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു തിയറി അവതരിപ്പിച്ചു. ഇതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികൾക്കും പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവാം. പക്ഷേ ആ സോഷ്യൽ പ്രോബ്ലംസ്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സോഷ്യൽ പ്രോബ്ലംസ് മറ്റുള്ള വ്യക്തികൾക്ക് ആർക്കും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് തീർച്ചയായും ഒരു സോഷ്യൽ പ്രോബ്ലം അല്ല, മറിച്ച് അത് ഒരു പേഴ്സണൽ പ്രോബ്ലമായി തന്നെ അവശേഷിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു വ്യക്തിക്കുള്ള ആ ഒരു പ്രശ്നത്തിനെ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നം മറ്റു പല വ്യക്തികൾക്കും ഉണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണൽ പ്രോബ്ലത്തിനെ നമുക്ക് സോഷ്യൽ പ്രോബ്ലമായി ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് സോഷ്യോളജിയുടെ ഒരു പഠന വിഷയമായി മാറുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പേഴ്സണൽ പ്രോബ്ലവും പബ്ലിക് പ്രോബ്ലവും തമ്മിൽ ഉള്ള ബന്ധം വിശകലനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തിയറിയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് അതിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്ലൂറാലിറ്റി പറയുന്നുണ്ട്. ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ പ്ലൂറാലിറ്റി ഉള്ളത് അത് ഒന്ന് ശ്രദ്ധിക്കുക. കൾച്ചർ, ഫുഡ്, കാസ്റ്റ്, റിലീജിയൻ, ഡ്രസ്സ്, ക്ലൈമറ്റ്, ക്ലാസ്, റേസ്, ജിയോഗ്രഫി, റിലീജിയൻ, ലാംഗ്വേജ് എല്ലാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യൂണിറ്റി ഉണ്ടെങ്കിലും അത് യൂണിഫോമിറ്റിയിലുള്ള യൂണിറ്റി അല്ല, മറിച്ച് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് ഉള്ളത്. തുടർന്ന് സോഷ്യോളജിയുടെ മീനിങ് ദ സ്റ്റഡി ഓർ ദി സയൻസ് ഓഫ് സൊസൈറ്റിയാണ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സോഷ്യസ് പ്ലസ് ലോഗോസ്. അതുപോലെ തന്നെ സോഷ്യോളജിയുടെ ഒരു ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യോളജി സയൻസ് ഓഫ് സോഷ്യൽ റിലേഷൻസ്. ഇറ്റ് ഈസ് എ ഡെഫിനിഷൻ ബൈ സ്മോൾ. തുടർന്ന് സോഷ്യോളജി റിലീജിയസ് സ്റ്റഡിയിൽ നിന്നും ഡിഫറൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. സോഷ്യോളജി സയൻസ് ആണ്, അതിൻ്റെ സയൻറ്റിഫിക് നേച്ചറിനെ കുറിച്ച് വിശകലനം ചെയ്യുന്നു. അത് കോമൺ സെൻസ് അല്ല. കോമൺ സെൻസിൽ നിന്നും റിലീജിയസ് ആയിട്ടുള്ള സ്റ്റഡിയിൽ നിന്നുമൊക്കെ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. സയൻറ്റിഫിക് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റും എംപിരിക്കൽ മെത്തേഡിൽ കൂടെയും പോസിറ്റീവ് മെത്തേഡിൽ കൂടെയും ഒക്കെയാണ് അതിൻ്റെ പഠനം പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇപ്രകാരം സോഷ്യോളജി കോമൺ സെൻസുമായിട്ട് എങ്ങനെയൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ സെൻസും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിൽ കോമൺ സെൻസ് നോൺ സയൻറ്റിഫിക് ആണ്, നോൺ വേരിഫയബിൾ ആണ്, സബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ അത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ, അത് പേഴ്സൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കൂടാതെ അത് അൺറിഫ്ലക്റ്റീവ് ആണ് അല്ലെങ്കിൽ നോൺ ക്വസ്റ്റ്യനബിൾ ആണ്. എന്നാൽ അതേസമയം സോഷ്യോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആണ്. നമുക്കറിയാം, ഒബ്സർവേഷനിൽ കൂടെയും എക്സ്പെരിമെൻറ്റിൽ കൂടെയും സർവേയിൽ കൂടെയും ഫീൽഡ് വർക്കിൽ കൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൽ കിട്ടുന്ന കാര്യങ്ങൾ വേരിഫയബിൾ ആണ്, അത് ഒബ്ജക്റ്റീവ് ആണ്, ഒരു പരിധിവരെ ഒബ്ജക്റ്റീവ് ആണ്, പിന്നീട് ക്വസ്റ്റ്യനബിൾ ആണ്. നമുക്ക് സോഷ്യോളജിയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാം, പ്രൂവ് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിനെ പലപ്പോഴും നമ്മൾ മോഡിഫൈ ചെയ്യും, ചേഞ്ച് ചെയ്യും, ഐഡിയാസിലും തിയറികളിലും ഒക്കെ മാറ്റങ്ങൾ വരും. കൂടാതെ സോഷ്യോളജി എന്ന് പറയുന്നത് നോൺ സബ്ജക്റ്റീവ് ആണ്, വ്യക്തിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോളജ് അല്ല. അതിന് ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്. അതുതന്നെയാണ്, അത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്നൊക്കെ പറയുന്ന രീതികൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം. തുടർന്ന് നമ്മളുടെ സോഷ്യോളജിയുടെ ഒരു ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 19 അല്ലെങ്കിൽ 18th സെഞ്ചുറിയിലെ സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ അവേക്കനിങ് ഇൻ യൂറോപ്പ് ഡ്യൂറിങ് 18th and 19th സെഞ്ചുറി കോസ് ദി ഒറിജിൻ ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് കാരണമായത് ഈ പറയുന്ന സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ഉണർവ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഫാദർ ഓഫ് സോഷ്യോളജി കോംറ്റാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ സെന്റ് സൈമണും അതുപോലെ അരിസ്റ്റോട്ടിലും ഒക്കെ സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച മഹത് വ്യക്തികളാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ദ റോൾ ഓഫ് ഇൻ്റലക്ച്വൽ ഐഡിയ ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് സോഷ്യോളജി. ഇപ്പോൾ സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എവല്യൂഷൻ തിയറി ഉണ്ട്, വെസ്റ്റേൺ ഐഡിയാസ് ഉണ്ട്, ടിൻ റെവല്യൂഷൻ ഉണ്ട്, അതിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇത് രണ്ടും കൂടെയാണ് ടിൻ റെവല്യൂഷന് വരുന്നത്. കൂടാതെ എൻലൈറ്റ്മെൻറ്റ്, സോഷ്യൽ സർവേസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ. അത് നിങ്ങൾക്കറിയാം, ടിൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനും. അപ്പോൾ അതെങ്ങനെയാണ് സോഷ്യോളജി ഉത്ഭവത്തിലേക്ക് നയിച്ചത്? ഇത് രണ്ടും കൊണ്ട് ഈ റെവല്യൂഷൻ സമൂഹത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാക്കി. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റി 2 ക്ലാസ്സുകളുണ്ടായി, ക്യാപിറ്റലിസ്റ്റും വർക്കേഴ്സും.
അല്ലെങ്കിൽ ബൂർഷാസും പ്രോലിറ്റേറിയറ്റും. അപ്പോൾ ഇപ്രകാരം സൊസൈറ്റിയെ രണ്ടായിട്ട് പ്രത്യേകിച്ചും എക്കോണമിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തു. അത് വളരെ ഡിസ്പാരിറ്റി, വൈജാത്യങ്ങളുള്ള രണ്ട് ഗ്രൂപ്പുകളായിട്ട് പണം ഉള്ളവരും പണം ഇല്ലാത്തവരും, മുതലാളി തൊഴിലാളി എന്ന സമൂഹത്തിനെ വിഭജിച്ചു. ഇവർ തമ്മിലുള്ള സംഘർഷങ്ങളും വേർതിരിവും ഒക്കെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. മറ്റൊന്ന് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രാൻസിൽ ഫ്രഞ്ച് റവല്യൂഷന് ഫലമായി ഉണ്ടായ അനാർക്കി, അരാജകത്വം, ആരും നിയന്ത്രിക്കാനില്ല, ആരോടും പറയാനില്ല, ഒരു സമൂഹത്തിൽ ഓർഡർലെസ് സൊസൈറ്റി അവിടെ ഫോം ചെയ്തു. അപ്പോൾ ഇപ്രകാരമുണ്ടായ അനാർക്കി, അപ്പോൾ ഇതൊക്കെ സമൂഹത്തിനെ ബാധിച്ച ഒരു രോഗ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രോഗ അവസ്ഥ ട്രീറ്റ് ചെയ്ത്, നമുക്ക് ഒരു അസുഖം ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ സമൂഹത്തിൻ്റെ ഈ ഒരു രോഗാവസ്ഥ ട്രീറ്റ് ചെയ്ത് അതിന് പരിഹാരം കാണാൻ വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടുന്ന ഒരു സയൻസ് ഉണ്ടാവണമെന്ന് കോംപ്റ്റിനെ പോലെയുള്ളവർക്ക് തോന്നിയതാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതേ തുടർന്ന് എവല്യൂഷൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ബയോളജിസ്റ്റാണ് എവല്യൂഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഹെർബർട്ട് സ്പെൻസർ ആ തിയറിയെ സോഷ്യോളജിയിൽ അല്ലെങ്കിൽ സോഷ്യൽ ആസ്പെക്റ്റിൽ കൊണ്ടുവന്ന് സോഷ്യൽ എവല്യൂഷൻ അല്ലെ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ സെഷൻ ചെയ്തിട്ടുണ്ട്. ആ സെഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്കിവിടെ ഒരു റിവിഷൻ ഫോർമാറ്റിൽ പോകുന്നുണ്ട്, നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ മാർഗമില്ല. തുടർന്ന് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷനാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് കൊളോണിയലിസവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കൊളോണിയൽ പീപ്പിൾ, ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവന്നത്. അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കൊണ്ടുവന്നത്. നമ്മളെ വളരെയധികം ആദ്യഘട്ടങ്ങളിൽ ദോഷകരമായി ബാധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, വർക്കേഴ്സിനൊരു ഡീഗ്രഡേഷൻ സംഭവിച്ചു, അവരുടെ നിലവാരം തന്നെ അധപ്പതിച്ചു. ലോസ്റ്റ് ദി സെക്യൂരിറ്റി ഓഫ് വർക്കിൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു. തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ എപ്പം വേണമെങ്കിലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ടായി. കോസ് ദി ഗ്രോത്ത് ഓഫ് അർബൺ ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായി. ഫാക്ടറി വർക്കേഴ്സ്, സ്മോക്ക്, പൊല്യൂഷൻ, വേസ്റ്റ്, സ്ലംസ്, അതുപോലെ തന്നെ ന്യൂ ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻ, പ്രൈമറി റിലേഷനിൽ നിന്ന് സെക്കൻഡറി റിലേഷനിലേക്കുള്ള ഒരു മാറ്റം, ഇതൊക്കെ ഉണ്ടായി. ഈ ഇൻഡസ്ട്രിയലൈസേഷന് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിന് വളരെയധികം നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻഡസ്ട്രിയലൈസേഷന് നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ഒന്ന്, നമുക്കറിയാം ബ്രിട്ടീഷുകാർ വളരെ കണ്ണിങ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിലവിലുള്ള ഇൻഡസ്ട്രികളെ അത് നശിപ്പിക്കുവാൻ കാരണമായി. നമ്മളുടെ കോട്ടേജ് ഇൻഡസ്ട്രികളും ട്രഡീഷണൽ ഇൻഡസ്ട്രികളും പെസൻസിനെ, ആർട്ടിസൻസിനെയും ഒക്കെ ഇത് നശിപ്പിക്കുവാൻ ഇടയാക്കി. ഡിവിഷൻ ഓഫ് ലേബേഴ്സിൻ്റെ ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കി. ഇൻഡസ്ട്രി ആസ് എ മിലിറ്ററി ക്യാമ്പ്, ഒരു പരിധിവരെ ഇൻഡസ്ട്രികളൊക്കെ മിലിറ്ററി ക്യാമ്പായിട്ട് മാറി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കായിരുന്നു ആ ഒരു രീതിയിലായിരുന്നു അവയുടെ പ്രവർത്തനം. ഇറ്റ് കോസ് ദി വർക്കേഴ്സ് ടു ഓർഗനൈസ്. മറ്റൊരു കാര്യം വേണമെങ്കിൽ ഗുണമായി കണക്കാക്കാം. ഈ പ്രവർത്തനങ്ങളൊക്കെ വർക്കേഴ്സിനെ അവർക്കിടയിൽ ഒരു ഓർഗനൈസേഷന് അവർ സുസംഘടിതരാകുവാൻ ഇടയാക്കി. അപ്പോൾ ഈ വെസ്റ്റേണൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇന്ത്യയിലെ കോട്ടേജ് ഇൻഡസ്ട്രികളും ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രികളും ഒക്കെ നശിപ്പിക്കത്തക്ക രീതിയിലായിരുന്നുവെങ്കിൽ അത് വെസ്റ്റേൺ സൊസൈറ്റിയിൽ അവരുടേതായിട്ടുള്ള ട്രഡീഷണലും കോട്ടേജ് ഇൻഡസ്ട്രികളും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഈ ഇരട്ടത്താപ്പാണ് ബ്രിട്ടീഷുകാർ ശരിക്കും ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനൊക്കെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് ഇന്ത്യയിലെ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റ് 19th സെഞ്ച്വറിയിലായിരുന്നു. മുംബൈ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് സോഷ്യോളജി പഠനം ആരംഭിച്ചത്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് സോഷ്യോളജിയുടെ യൂസും സ്കോപ്പും, അതുപോലെ തന്നെ നേച്ചർ ഓഫ് സോഷ്യോളജിയുടെ നേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നേച്ചർ ഓഫ് സോഷ്യോളജി ഈസ് സോഷ്യൽ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ പ്യുവർ സയൻസ്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി അബ്സ്ട്രാക്ട്, നോട്ട് കോൺക്രീറ്റ്. അത്ര കോൺക്രീറ്റ് അല്ല, അല്പമൊക്കെ അവ്യക്തത അതിനകത്തുണ്ട്. ഇറ്റ് ഈസ് എ ജനറലൈസിങ് സയൻസ്. അത് ജനറലൈസ് ചെയ്ത് പൊതുവായിട്ട് പറയാനാണ് സോഷ്യോളജി ശ്രമിക്കുന്നത്. ഇറ്റ് ഈസ് റാഷണൽ ആൻഡ് എംപിരിക്കൽ, യുക്തിക്കും അതുപോലെ തന്നെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വിധേയമായിട്ടുള്ളൊരു സയൻസാണ്. ഇറ്റ് ഈസ് എ കാറ്റഗറിക്കൽ ദാൻ നോമേറ്റീവ് സയൻസ്. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ നേച്ചർ. ഇനി സ്കോപ്പ് ആൻഡ് യൂസ് ഓഫ് സോഷ്യോളജി പഠിക്കുന്നതുകൊണ്ടുള്ള സ്കോപ്പ്, അതുകൊണ്ടുള്ള യൂസ്. ഒന്ന്, ഇറ്റ് എക്സ്പാൻസ് നാരോ മൈൻഡ്നെസ് ടു ബ്രോഡ് മൈൻഡ്നെസ്. മറ്റൊന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻ്റലക്ച്വൽ ബെനിഫിറ്റ്സ്. അപ്പം ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് ഒരു വിശാലമായ ചിന്താഗതി ഉണ്ടാക്കുന്നു. 2, ബുദ്ധിപരമായ വികാസം. 3, ഒബ്ജക്റ്റിവിറ്റി വർദ്ധിക്കാൻ കാരണമാകുന്നു. 4, ഹെൽപ്സ് ടു ഇൻ്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്.
ഇൻ്റർപ്രറ്റീവ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. എനേബിൾ ഫോർ കോസൽ എക്സ്പ്ലനേഷൻ ഓഫ് ഫാക്ട്സ്, യാഥാർത്ഥ്യങ്ങളുടെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യാൻ സഹായിക്കുന്നു. ഐഡൻറ്റിഫൈ സോഷ്യൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ ഫാക്ട്, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യോളജിസ്റ്റ് ആസ് എ സോഷ്യൽ ഡോക്ടർ. സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. ഹെൽപ്പ് ടു ഇൻ്റർപ്രറ്റ് റിലേഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻ എമംഗ് പീപ്പിൾ. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് വേരിയസ് ആക്ഷൻസ്, എസ്പെഷ്യലി സോഷ്യൽ ആക്ഷൻസ്, സോഷ്യൽ പ്രോസസ് ഇൻ ലോക്കൽ ആൻഡ് ഇൻട്രാക്ഷൻ ലെവൽ. ഇതൊക്കെ സോഷ്യോളജിയുടെ ഒരു യൂസ് ആൻഡ് സ്കോപ്പാണ്. അതിനോടൊപ്പം തന്നെ സോഷ്യോളജി ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് മേഖലയിലാണെങ്കിൽ റിസർച്ച്, അതുപോലെ തന്നെ അഡ്വൈസറി ലെവല്, പോളിസി ഫോർമേഷൻ ലെവല്, പ്ലാനിംഗ് ലെവല്, കൂടാതെ ടീച്ചിങ് ലെവല്, ധാരാളം വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ടീച്ചിങ്ങിനുള്ള അവസരം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനുള്ള അവസരം, സോഷ്യൽ വർക്കറായിട്ട് പ്രവർത്തിക്കാൻ ടൗൺ പ്ലാനിങ്ങിൽ നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട്. മാസ് കമ്മ്യൂണിക്കേഷനിലും അഡ്വർടൈസിങ്ങിലും അവസരം കിട്ടുന്നുണ്ട്. പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അവസരമുണ്ട്, വേരിയസ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഒരു റിസർച്ച് സ്കോളറായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെയുള്ള +1 ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ സെഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. തുടർന്ന് സോഷ്യോളജിയും മറ്റ് സോഷ്യൽ സയൻസും തമ്മിലുള്ള ഒരു റിലേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സോഷ്യോളജിയും ഹിസ്റ്ററിയും. അപ്പം സോഷ്യോളജിയും ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ സോഷ്യോളജി കണ്ടംപററി സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹിസ്റ്ററി പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നു. സോഷ്യോളജിയിൽ കോസൽ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഇൻ്റർ റിലേഷൻ ബിറ്റ്വീൻ ഫാക്റ്റും കൂടുതൽ കൂടുതൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഡീൽ ചെയ്യുമ്പം ഹിസ്റ്ററിയിൽ അത് ക്രോണോളജിക്കലായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അത് ഫാക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ കുറേയൊക്കെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പഠനം തന്നെയാണ് അവിടെ ഉള്ളത്. അടുത്തത് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പം സോഷ്യോളജിയിൽ ഓൾ സോഷ്യൽ ഇൻട്രാക്ഷനെ കുറിച്ച് ഡീൽ ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ പൊളിറ്റിക്കൽ ഇൻട്രാക്ഷൻ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. അതായത് ഗവൺമെൻറ്, സ്റ്റേറ്റ്, പവർ, അതോറിറ്റി, ഇതൊക്കെ അതിനകത്ത് വരുന്നുള്ളൂ. കൂടാതെ അക്വിസിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് പവർ, പിന്നെ പൊളിറ്റിക്കൽ സോഷ്യൽ കൺട്രോൾ, പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യൽ കൺട്രോളിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് മാത്രമേ അവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. അതേസമയം സോഷ്യോളജിയിൽ എല്ലാ മാർഗത്തിൽ കൂടെയുള്ള സോഷ്യൽ കൺട്രോളും സോഷ്യലൈസേഷനും മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഗവൺമെൻറ്റും സ്റ്റേറ്റും ഉൾപ്പെടുന്ന മറ്റ് എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെക്കുറിച്ചും ഡീൽ ചെയ്യുന്നുണ്ട്. കൂടെ പൊളിറ്റിക്കൽ സോഷ്യോളജി രണ്ടും കൂടെ സിന്തസൈസ് ചെയ്തുള്ള ബ്രാഞ്ച്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. തുടർന്ന് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. സോഷ്യോളജിയിൽ എല്ലാ സോഷ്യൽ ഇൻട്രാക്ഷനും ഡീൽ ചെയ്യുമ്പോൾ എക്കണോമിക്സിൽ എക്കണോമിക് ഇൻട്രാക്ഷൻ മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. അതായത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ തിങ്സ്. ഇവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. ബാങ്ക്, ഫാക്ടറി, ട്രേഡ്, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രാധാന്യം കൊടുത്തു പോകുന്നത്. പിന്നീട് ഇവിടെ ഇൻഡക്ഷൻ, ഡിഡക്ഷൻ മെത്തേഡുകളും കോസ്റ്റ്, പ്രൈസ്, സപ്ലൈ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നു. എന്നാൽ സോഷ്യോളജിയിൽ ആ സ്ഥാനത്ത് നോൺ എക്കണോമിക് ഫോഴ്സസ് ആയിട്ടുള്ള ഫാമിലി, കമ്മ്യൂണിറ്റി, കിൻഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷന് പ്രാധാന്യം കൊടുത്താണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇവിടെ ഒബ്സർവേഷനും ഫീൽഡ് വർക്കും സർവേ മെത്തേഡുകളും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഒരു കമ്പാരിസൺ നമ്മൾ സോഷ്യോളജി ആന്ത്രപ്പോളജി ആയിട്ടാണ് ചെയ്യുന്നത്. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മാനാണ്, ഒറിജിൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ്. ആന്ത്രപ്പോളജി 3 തരത്തിലുണ്ട്: ഫിസിക്കൽ, കൾച്ചറൽ, സോഷ്യൽ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയർ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് പാർട്ട് 5 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. സോഷ്യോളജിയിൽ കണ്ടംപററി സൊസൈറ്റിയെക്കുറിച്ച് ഡീൽ ചെയ്യുമ്പോൾ ആന്ത്രപ്പോളജിയിൽ പ്രിമിറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായ വ്യത്യാസം. തുടർന്ന് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ഒരു റിലേഷൻ. അപ്പോൾ അവിടെ സോഷ്യോളജി എന്ന് പറയുമ്പം സോഷ്യൽ ഇൻട്രാക്ഷൻ, ഓൾ സോഷ്യൽ ഇൻട്രാക്ഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു. അവിടെ നമുക്ക് യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻട്രാക്റ്റിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ, സൈക്കോളജിയിൽ ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മെൻ്റൽ പ്രോസസ് ആൻഡ് എക്സ്പീരിയൻസസ് ആണ്. മനുഷ്യൻ്റെ പെരുമാറ്റവും അവൻ്റെ മാനസിക പ്രവർത്തനങ്ങളും അവൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പഠനമാണ് സൈക്കോളജിയിൽ. ഇവിടെ യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. ഇവിടെ മെൻ്റൽ പ്രോസസ്സായ കോഗ്നിഷൻ, ഫീലിംഗ്, തിങ്കിങ്, റീസണിങ്, ഇമോഷൻ, ലോജിക്കൽ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം അതിനകത്ത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള, അല്ല ഇൻഡിവിജ്വലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് ഒരു പരിധി വരെ നടക്കുന്നത്. പക്ഷേ സോഷ്യോളജിയിൽ ഇൻഡിവിജ്വലിനെ സോഷ്യൽ സിറ്റുവേഷനും കൂടെ, സോഷ്യൽ കോണ്ടസ്റ്റും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് പഠിച്ചു പോകുന്നത്. സൈക്കോളജിയിൽ ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ, സോഷ്യോളജിയിൽ അവിടെ ഫീൽഡ് വർക്കും സർവേ മെത്തേഡും ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടും സിന്തസൈസ് ചെയ്തിട്ടുള്ള സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ബ്രാഞ്ച്. അവിടെ സോഷ്യൽ കോണ്ടസ്റ്റിന് പ്രാധാന്യം കൊടുത്താണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുവാനുള്ള കാര്യങ്ങൾ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായും പഠിക്കുക. കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയർ സോഷ്യോളജിയിലെ ചാപ്റ്റർ 1-ൻ്റെ 5 പാർട്ടുകളായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ സോഷ്യോളജി ഫസ്റ്റ് ചാപ്റ്റർ തന്നെ 5 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. തുടർന്ന് നമുക്ക് എക്സാമിന് തൊട്ട് മുമ്പായിട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും എഡ്യൂക്കേഷനും ടെക്നിക്കലുമായിട്ടുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.